രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ മൂത്രം ശേഖരിച്ചാൽ ഇന്ത്യയിലേക്കുള്ള യൂറിയയുടെ ഇറക്കുമതി നിർത്താമെന്നാണ് കേന്ദ്രമന്ത്രിയായ നിതിൻ ഗഡ്കരിയുടെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തം. ജൈവ മാലിന്യങ്ങളിൽ നിന്ന് എങ്ങനെ ജൈവ ഇന്ധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാമെന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിലൊരു ഉദാഹരണം കാണിച്ച് കേന്ദ്രമന്ത്രി ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. നാഗ്പൂരിൽ നടന്ന മേയർ ഇന്നൊവേഷൻ പുരസ്കാര ചടങ്ങിലാണ് ഇത്തരത്തിലൊരു വ്യത്യസ്ത അഭിപ്രായവുമായി നിതിൻ ഗഡ്കരി എത്തിയത്. അദ്ദേഹം തന്നെ അത് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. തൻ്റെ അസാധാരണമായ ആശയങ്ങൾ ഇത്തരത്തിലുള്ളതൊക്കെ ആരും അംഗീകരിക്കില്ല, കേട്ടാൽ എല്ലാവരും ചിരിച്ചു തള്ളും, സർക്കാരിലുള്ളവർ പോലും ഇങ്ങനെയുള്ളതിന് വില കൊടുക്കില്ല, എല്ലാവരും ഇതൊന്നും കേൾക്കുന്ന തരത്തിലുള്ളതല്ല എന്ന്. ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ മണ്ടത്തരങ്ങളൊക്കെ പറയുന്നതെന്നാണ് എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: നാം ഇപ്പോൾ യൂറിയ ഇറക്കുമതി ചെയ്യുകയാണ്. എന്നാൽ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും മൂത്രം ശേഖരിക്കുകയാണ് എങ്കിൽ യൂറിയ ഇറക്കുമതി ചെയ്യേണ്ടി വരില്ല. മൂത്രത്തിൽ നിന്ന് യൂറിയ വേർതിരിക്കാം. ഇത്തരത്തിൽ അസാധാരണ ആശയങ്ങളായതിനാൽ ആരും തൻ്റെ ആശയങ്ങളുമായി സഹകരിക്കാനിടയില്ല. ഇതുമാത്രമല്ല, മനുഷ്യമുടിയിൽ നിന്നും അമിനോ ആസിഡ് വേർതിരിച്ചെടുത്ത് ജൈവവളമായി ഉപയോഗിക്കാമെന്നും അദ്ദേഹം പറയുന്നു. ഇത്തരം അമിനോ ആസിഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് തൻ്റെ ഫാമിൽ 25% വിളവർദ്ധനവ് ഉണ്ടായെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ആവശ്യത്തിന് മുടി മഹാരാഷ്ട്രയിൽ ലഭിക്കാത്തതിനാൽ ഓരോ മാസവും തിരുപ്പതിയിൽ നിന്ന് 5 ട്രക്ക് വീതം മുടി വാങ്ങി തൻ്റെ ഫാക്ടറിയിൽ അമിനോ ആസിഡ് വേർതിരിച്ചെടുക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഇത്രയുമൊക്കെ ബെഡായി പറയുന്നതിനിടയിൽ അദ്ദേഹം വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. തൻ്റെ കമ്പനിക്ക് ദുബായിൽ നിന്ന് 180 കണ്ടെയ്നറിൻ്റെ അമിനോ ആസിഡ് ഉൽപ്പാദിപ്പിക്കാനുള്ള ഓർഡറും കിട്ടിയിട്ടുണ്ട് എന്ന്. ഇതിനു മുൻപും ഇത്തരത്തിൽ മണ്ടത്തരങ്ങൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്താൽ അസാധാരണമായ ആശയങ്ങൾ പറഞ്ഞ് ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു BJP നേതാവാണ് നിതിൻ ഗഡ്കരി. പാകിസ്ഥാനുമായി ഏറ്റുമുട്ടലൊക്കെ ഉണ്ടായപ്പോൾ പാകിസ്ഥാനിലേക്കുള്ള നദികളുടെ ഒഴുക്ക് തടഞ്ഞുവിട്ട് വഴിതിരിച്ചു വിട്ട് പാകിസ്ഥാനിനെ തിരിച്ചടിക്കാമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനും കുറേയധികം ട്രോളുകൾ അന്ന് കിട്ടിയിരുന്നതാണ്. രാജ്യത്ത് എന്തെങ്കിലുമൊക്കെ സംഘർഷാവസ്ഥ നിലനിൽക്കുമ്പോൾ, എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ചയായി ഉയരുമ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞ് ഏതെങ്കിലും ഒരു BJP നേതാവ് രംഗപ്രവേശം ചെയ്യാറുണ്ട്. ഇപ്പോൾ ഭീകരാക്രമണത്തിന്റെ ചർച്ചയൊക്കെ കഴിഞ്ഞു. അതിന്റെ കണക്കുകൾ പുറത്തുവിടണമെന്ന് വ്യോമസേനയോടും സർക്കാരിനോടുമൊക്കെ എല്ലാവരും ആവശ്യപ്പെടുന്നു. പ്രതിപക്ഷം രൂക്ഷ വിമർശനം ഉയർത്തുന്നു. അമിത്ഷായാണെങ്കിൽ ഭീകരാക്രമണത്തെയൊക്കെ വോട്ട് പിടിക്കാനുള്ള തന്ത്രമാക്കി മാറ്റുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ മണ്ടത്തരം പറഞ്ഞുകൊണ്ട് വീണ്ടും നിതിൻ ഗഡ്കരി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതൊക്കെ BJPയുടെ തന്നെ തന്ത്രങ്ങളാണ് എന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. അതോ ഇനി അറിയാതെ അസാധാരണമാണ് എന്ന് അദ്ദേഹം പറയുന്നത് കൊണ്ട് തന്നെ അത്തരത്തിൽ വായിൽ നിന്ന് വീണ് പോകുന്നതാണോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്നവരും കുറച്ചൊന്നുമല്ല.